ഉമ്മൻചാണ്ടിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരമായാണ് വരുന്ന തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇടുക്കിയിലോ കോട്ടയത്തോ നിന്ന് ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കണം എന്നാണ് പല കോൺഗ്രസ് പ്രവർത്തകരുടെയും ആവശ്യം. കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ഒരു നേതാവും കൂടിയാണ് ഉമ്മൻചാണ്ടി. എന്നാൽ കേരള കോൺഗ്രസ് എമ്മിന്റെ കടുംപിടുത്തം ഉമ്മൻചാണ്ടിക്ക് വിനയാകുമോ എന്നാണ് സംശയം. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ വേണം എന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം. കഴിഞ്ഞ മുന്നണി യോഗത്തിൽ അവർ ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനാണ്. കൂടാതെ കഴിഞ്ഞ തവണ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റും നൽകിയിരുന്നു. ഇതൊന്നും പോരാതെയാണ് ഇപ്പോൾ കോട്ടയം സീറ്റിനു വേണ്ടി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കോട്ടയത്തോ ഇടുക്കിയിലോ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സാധ്യമാകില്ല. രണ്ടാമത്തെ സീറ്റ് എന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം തള്ളുകയും കോട്ടയത്തിന് പകരം ഇടുക്കി വെച്ച് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരള കോൺഗ്രസ് ഭയക്കുന്നുണ്ട്. കോട്ടയം സീറ്റ് വിട്ടുതരാൻ മാണി തയ്യാറല്ല. കോട്ടയം സീറ്റിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മാണിയുടെ വാദം. ജനുവരി 24-ന് കേരള കോൺഗ്രസ് എമ്മിന്റെ കേരള യാത്ര തുടങ്ങും. യാത്ര സമാപിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.